നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അർജുൻ ആയങ്കി. ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിച്ചും പോലീസ് പിടികൂടാനായി വല വിരിച്ചുമൊക്കെ നെട്ടോട്ടമോടുകയാണ് അർജുൻ ആയങ്കിയെ പിടികൂടാൻ. എന്തായാലും ആരാണ് അർജുൻ ആയങ്കി എന്നൊരു ചോദ്യം, അതിനൊരു ഉത്തരമാണ് നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ നോക്കാൻ പോകുന്നത്. ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും കൈകാര്യം ചെയ്യാൻ പോലീസിന് അറിയാമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഈ പോലീസിനെ വെല്ലുവിളിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് മറുപടി നൽകുന്ന അർജുൻ ആയങ്കി? മാധ്യമങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്ന അർജുൻ ആയങ്കി. കോതമംഗലം CI, ആഭ്യന്തരമന്ത്രി എന്നിവരെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി ആരാണ്? കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയാണ് അർജുൻ ആയങ്കി. പ്രായം 30, പഠിച്ചത് +2. 2021 25 വയസ്സിലാണ് പ്രമാദമായ സ്വർണം പൊട്ടിക്കൽ കേസിലൂടെ അർജുൻ ആയങ്കിയെ കേരളം അറിയുന്നത്. അതിനോടകം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുൻ. പ്രമുഖ കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രധാനി, 4 വർഷത്തിനിടെ നടത്തിയത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ് കസ്റ്റംസ് തിരയുന്ന അർജുൻ ആയങ്കി. അഴീക്കോട്ടെ DYFI പ്രവർത്തകനായിരുന്ന അർജുൻ ബാലസംഘത്തിലും SFIയിലും DYFIയിലും പ്രവർത്തിച്ചിരുന്നു. 2020 ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ പാർട്ടി പുറത്താക്കി. പക്ഷേ ഇപ്പോഴും CPMന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ശക്തമായി വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ ആയങ്കി. സംഘടന ഔദ്യോഗികമായി മാറ്റി നിർത്തിയെങ്കിലും പാർട്ടിക്കും അർജുനെ കൊണ്ട് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് സ്വർണം തട്ടുന്ന കൊട്ടേഷൻ സംഘത്തിനൊപ്പം അർജുൻ ചേർന്നിട്ട് 4 വർഷത്തോളമായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ റമീസ് എന്നു പേരായ ഗൾഫിലെ കൂട്ടാളിയുമായി അർജുൻ 35 ദിവസം മുൻപ് പദ്ധതിയിട്ടിരുന്നു. പക്ഷേ സ്വർണം കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ ആൾ നാട്ടിലേക്ക് വരാതെ ആ സ്വർണവുമായി മുങ്ങി. ഒരു കാലത്ത് CPMന്റെ സൈബർ പോരാളികളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന സംഘത്തിലെ പ്രധാനിയായ ആകാശ് തിലങ്കേരിയെ പോലും ഒരു പരിധി വരെ വരുതിയിലാക്കാൻ CPMന് സാധിച്ചു. പക്ഷേ അർജുൻ ആയങ്കി ഇപ്പോഴും ആർക്കും പിടികൊടുക്കാതെ തുടരുകയാണ് എന്നാണ് അർജുനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. CPMന്റെ ഔദ്യോഗിക നേതൃത്വത്തെ പോലും പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട് അർജുൻ ആയങ്കി. സൈബർ സഖാവ് എന്ന നിലയിലും ശ്രദ്ധേയനാണ്. നിലവിൽ വിവിധ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പോലീസിന്റെ തെരച്ചിൽ പട്ടികയിലുള്ള പ്രധാനിയാണ്. ആകാശിനെ പോലെ വഴങ്ങാത്ത ആയങ്കിയെ വലയിലാക്കാൻ പോലീസിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ഒരു വശത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച ശേഷവും ഇടതുപക്ഷ സൈബർ സ്പേസുകളിൽ വൻ സ്വാധീനം നിലനിർത്തുന്നുണ്ട്. മറുവശത്ത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയകളുടെ ഇടനിലക്കാരനായി മാറുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അർജുൻ ആയങ്കി. DYFIയുടെ പോരാളി രൂപത്തിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ തലവനിലേക്കുള്ള വളർച്ച പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് സൃഷ്ടിച്ചത്. 2021 രാമനാട്ടുകര സ്വർണ്ണക്കൊള്ളക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതോടെയാണ് അർജുൻ ആയങ്കി എന്ന പേര് കേരളമൊട്ടാകെ കുപ്രസിദ്ധി നേടുന്നത്. വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന സ്വർണം കടത്തുകാരായ കാരിയർമാരെ വെട്ടിച്ച് കവർച്ച ചെയ്യുന്ന സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ പ്രധാന ആസൂത്രകനായിരുന്നു അർജുൻ ആയങ്കി. ഈ കേസിൽ അറസ്റ്റിലായി മാസങ്ങളോളം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ഉമർകോയ എന്നയാളുമായി ചേർന്ന് ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 975 ഗ്രാം സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസ് വീണ്ടും അർജുനെതിരെ ഉയർന്നു. സ്ഥിരം കുറ്റവാളി എന്ന നിലയിലേക്ക് ഇയാളുടെ വളർച്ച പോലീസ് ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടത്. DYFI അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ ആയങ്കി. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ CPM, BJP, CPM, മുസ്ലിം ലീഗ് പോരുകളിൽ മുന്നണി പോരാളിയായിരുന്നു അർജുൻ. ചാലാട് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാല അക്രമ പ്രവർത്തനങ്ങൾ. എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ഇയാൾ കണ്ണിചേർന്നതോടെ DYFI സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും CPMന്റെ കൊടിയും അടയാളങ്ങളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അർജുൻ ആയങ്കി. ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നീട് ഇപ്പോഴുണ്ടായ, അതായത് CI തന്നെ കള്ളക്കേസിൽ കുടുക്കി തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്കുള്ളത്. പ്രത്യേകിച്ച് ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയ തന്നെയും സുഹൃത്തുക്കളെയും നിരവധി ദിവസത്തോളം ജയിലിലാക്കി, കേസ് നിയമക്കുരുക്കിൽ അകപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോൾ അതായത് എല്ലാം ഉപേക്ഷിച്ചൊരു ജീവിതം, മകന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് തന്നെ വീണ്ടും വേട്ടയാടുന്നു എന്ന രീതിയിലുള്ള നിലപാടാണ് അർജുൻ ആയങ്കി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ ആയങ്കിയെ പോലീസ് തേടുന്നത് CIയെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലുള്ള ആ ഒരു കേസിലാണ്. അന്ന് ഫേസ്ബുക്കിൽ CIക്കെതിരെ അർജുൻ ആയങ്കി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇപ്രകാരമാണ്: കോതമംഗലം സർക്കിൾ ഏമാൻ ഒരു മനസ്സ് തുറന്ന കത്ത്. ആമുഖമായി തന്നെ പറയട്ടെ, നിനക്ക് പറ്റിയ പണി പോലീസല്ല, മേലുദ്യോഗസ്ഥന്റെ വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കലും പരിപാലിക്കലും പട്ടി വിശ്രമിക്കുന്ന വേളയിൽ പട്ടിയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുക എന്നതുമാണ്. പ്രമോഷനും പ്രശസ്തിക്കും വേണ്ടി മേലുദ്യോഗസ്ഥൻ പറയുന്നത് വിഴുങ്ങുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള സേനയോട് അപമാനമാണ്. ഒരു കല്യാണം കൂടാൻ
വന്ന നമ്മളെ ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടു എന്ന കുറ്റത്തിന് പുലർച്ചെ 4 മണിക്ക് തീവ്രവാദികളെ പിടിക്കും പോലെ കല്യാണ പയ്യൻ അവൻ്റെ സുഹൃത്തുക്കളെ താമസിപ്പിക്കാൻ എടുത്ത റിസോർട്ട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഒരു കള്ളക്കേസ് തലയിൽ വെച്ച് തന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവതാളത്തിലായത് ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതമായിരുന്നടാ. ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത 2 പേർ, കല്യാണം കൂടാൻ വന്ന 5 പേരിലെ 2 സാധുക്കൾ, തൊലി കറുത്തതിനാൽ കണ്ടാൽ ഭീകരനം തോന്നിപ്പിക്കുന്നതിനാൽ പണ്ടെങ്ങും ഒരു തല്ലുപിടിച്ചതിൻ്റെ പെറ്റി കേസ് ഹിസ്റ്ററി എടുത്ത് എന്നോടൊപ്പം പ്രതിചേർക്കപ്പെട്ട ആ 2 പേരിൽ ഒരുവൻ ടാൻസൺ. അവൻ്റെ കല്യാണമായിരുന്നടാ 10ാം നാൾ. അവൻ്റെ പെണ്ണിൻ്റെ കണ്ണീരിന്, ആ കല്യാണം മുടക്കിയതിന്, PSC ക്ലാസ്സിന് പോയി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് അവൻ്റെ ഭാവി നശിപ്പിച്ചതിന് നീ അനുഭവിക്കും. തൊട്ടാൽ ചോര പൊടിയുന്ന മുറിവും തലയിൽ പേറി വന്ന 6ാം നാൾ ഡോക്ടർ സർജറി നിശ്ചയിച്ചിരുന്ന എൻ്റെ പ്രണവിനെ അവൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ വേദന തിന്ന് നരകിക്കാൻ ജയിലിലേക്ക് അയച്ചതിന്, ജയിലറയ്ക്കുള്ളിൽ അവൻ്റെ ചോര വീണതിന് നീ അനുഭവിക്കും. ഉണ്ടാക്കിയ കേസുകളെല്ലാം തീർപ്പാക്കി നല്ല നടപ്പിന് നടക്കുന്ന പുതിയ സംരംഭം തുടങ്ങി ജീവിതം മെച്ചപ്പെടുത്തി പ്രതിബന്ധങ്ങളെല്ലാം പ്രതിരോധിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാമുകിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ ആദർശിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കേസുകൾ കാണിച്ച് ഭീകരനാക്കി ജയിലിലടച്ചതിന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെണ്ണിൻ്റെയും കണ്ണീരിനും മനപ്രയാസത്തിനും നീ അനുഭവിക്കും. ഭൂതകാലത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകി കളഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ജീവിക്കുന്ന എൻ്റെ അരുണിൻ്റെ അനുവിനെ, അവൻ്റെ ഭാര്യയുടെ കണ്ണീരിന് അവൾ നോമ്പുനേറ്റ് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആവണങ്ങാട്ട് വിഷ്ണുമായ സത്യമെങ്കിൽ നീ അനുഭവിക്കും. പോരാത്തതിന് കേസിന് ഭംഗി കൂട്ടാൻ നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന പാവം മണികണ്ഠനെ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെന്ന് പറഞ്ഞ് പ്രതി ചേർത്ത് അയാളെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ നെട്ടോട്ടം ഓടിച്ചതിന്, നമ്മളെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടികൾ നമ്മെ ഉപദ്രവിച്ച് മതിവരാതെ കേസിൽ ചേർത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇടിച്ചു കയറ്റിയും ഗ്ലാസ് പൊട്ടിച്ചും നശിപ്പിക്കാൻ ശ്രമിച്ചതിന് നീയും നിന്റെ ടീമും അനുഭവിക്കും. അരിയും തിന്ന് ആശാരിയും കടിച്ച് പിന്നെയും നായയ്ക്ക് മുറുമുറുപ്പ് എന്നതുപോലെ ഇപ്പോഴും ഒരു മനസാക്ഷി കുത്തോ കുറ്റബോധമോ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഈ കേസ് വാങ്ങി നീ ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം മനസ്സാൽ വരിച്ച് ക്ഷമിച്ച് ഞങ്ങളാരും വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ല. ഞങ്ങൾ ഇത്ര പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി പുലരുമ്പോഴേക്ക് കീഴ്മേൽ മറിച്ച് നിന്നെ ഞങ്ങൾ ഒരു കാലത്തും വെറുതെ വിടുകയുമില്ല. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനി ഒരാൾക്ക് നേരിടേണ്ടി വരരുത്. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയെന്നത് ഞങ്ങളുടെ എങ്കിലും മാറ്റമുണ്ടാകണം. കാക്കി എന്നാൽ ഏത് നിരപരാധികളെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ലൈസൻസ് ആണെന്നും ബാധിക്കപ്പെട്ടവരിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരാത്ത കവചകുണ്ടലമാണെന്നും ധരിക്കുന്ന നിന്നെ പോലെയുള്ള കാക്കിയിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിൻ്റെ കണ്ണുപൊട്ടിച്ച് രക്ഷപ്പെട്ടാൽ കായികപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. കള്ളക്കേസിൻ്റെ പേമാരി പെയ്താലും ജയിലിൽ കയറിയിറങ്ങി തൂക്കം കുറഞ്ഞാലും എൻ്റെയും എൻ്റെ സഹോദരങ്ങളെ ജീവിതം താറുമാറാക്കിയ നിന്നോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ട ജീവിതം നയിക്കില്ല. ഞാൻ ചത്താലും നിന്നെ അതിന് അനുവദിക്കില്ല എന്നതടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് CAക്കെതിരുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ആ ഒരു കേസിൻ്റെ പേരിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ ഇത്തരത്തിൽ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.